രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30 അറിയാം. പോളിംഗ് ശതമാനം കുറവാണെങ്കിലും ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. മട്ടന്നൂർ നഗരസഭ ഒഴികെ സംസ്ഥാനത്തെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നത്. 36,034 പുരുഷന്മാരും 39,609 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമടക്കം 75,643 സ്ഥാനാർത്ഥികൾ ജനവിധി തേടി. 244 കേന്ദ്രങ്ങളിലും 14 കളക്ടറേറ്റുകളുമായാണ് നാളെ വോട്ടെണ്ണൽ. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിലെ ആദ്യ ഫലസൂചന അരമണിക്കൂറിനുള്ളിൽ അറിയാനാകും. വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 14 കളക്ടറേറ്റുകളിലുമായിട്ടായിരിക്കും വോട്ടെണ്ണൽ നടക്കുന്നത്. കളക്ടറേറ്റുകളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ. ട്രെൻഡ് സോഫ്റ്റ്വെയറിലൂടെ ഫലം തത്സമയം അറിയാം. സംസ്ഥാനത്തെ 2.86 കോടി വോട്ടർമാരിൽ 2.1 കോടി പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 2020 തെരഞ്ഞെടുപ്പിനേക്കാൾ 2.26% കുറവ് പോളിംഗാണ് രേഖപ്പെടുത്തിയതെങ്കിലും മുന്നണികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടില്ല. 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.69% പോളിംഗ്. വയനാടാണ് ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം. കുറവ് പത്തനംതിട്ടയിലും. കോർപ്പറേഷനുകളിൽ കൂടുതൽ പോളിംഗ് ശതമാനം കണ്ണൂരിലാണ്. കണ്ണൂരിലെ 14 കാസർകോട്ടെ 2 വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനാർത്ഥികൾ മരിച്ചതുമൂലം 3 വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും നടക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.